ചെങ്ങന്നൂർ വഞ്ചിപ്പോട്ട് കടവിൽ നിന്ന് ആരംഭിച്ച് ഓതറ പുതുകുളങ്ങര ക്ഷേത്രം വരെയും അവിടെ നിന്ന് പമ്പ ഷുഗർ ഫാക്ടറി വരെയും 16 കിലോമീറ്റർ നീളത്തിൽ ഒഴുകിയിരുന്ന പമ്പയുടെ പ്രധാന ഉപനദിയായിരുന്നു വരട്ടാർ. 90കളുടെ തുടക്കത്തിലാണ് വരട്ടാറിൻ്റെ നാശം ആരംഭിച്ചത്. അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കൊപ്പം കയ്യേറ്റവും വരട്ടാർ അപ്രത്യക്ഷമാകുവാൻ കാരണമായി. 100 മീറ്റർ വീതിയിൽ ഒഴുകിയിരുന്ന പുഴ ഇപ്പോൾ 50 മീറ്ററായി ചുരുങ്ങി. ഒഴുക്ക് നിലച്ച സ്ഥലങ്ങളിൽ പലയിടത്തും ഇപ്പോൾ വാഴയും മറ്റും കൃഷി ചെയ്യുകയാണ്. നീരൊഴുക്കുള്ള സ്ഥലങ്ങളിൽ മദ്യക്കുപ്പികളടക്കം നിക്ഷേപിച്ചിരിക്കുന്നു. 5 വില്ലേജുകളിൽ രൂക്ഷമായ കുടിവെള്ളക്ഷാമം. ഏകദേശം 25,000 കിണറുകളിലെങ്കിലും വെള്ളത്തിന് നിറംമാറ്റം. കാർഷിക കൃഷിഭൂമി നശിച്ചു. നിരവധി കൈത്തോടുകളിൽ വെള്ളമില്ലാതായി. ഇതൊരു ഊഷര ഭൂമിയായി മാറുകയാണ് വരട്ടാറിൻ്റെ ഈ അന്തർധാനം കൊണ്ട് മരണത്തിലൂടെ സംഭവിച്ചിരിക്കുന്നത്. 2003 വരട്ടാറിൻ്റെ സംരക്ഷണത്തിനായി നിയമസഭാ പരിസ്ഥിതി സമിതി സമർപ്പിച്ച റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നദിയുടെ പുനരുദ്ധാരണത്തിനായി നിരവധി ആശയങ്ങൾ മുന്നോട്ട് വച്ചിരുന്നു. സ്വതന്ത്ര അതോറിറ്റിയുടെ നേതൃത്വത്തിൽ വരട്ടാർ പുനരുജ്ജീവിപ്പിക്കണമെന്നും പുറമ്പോക്കും മറ്റും നിജപ്പെടുത്തി തടയണകൾ നിർമ്മിച്ച് നദിയിൽ വെള്ളം നിലനിർത്തണമെന്നും അടക്കമുള്ള സമിതി റിപ്പോർട്ടിലെ ശുപാർശകളൊന്നും നടപ്പിലായില്ല. ഇതിനിടെ വരട്ടാറിൻ്റെ സംരക്ഷണത്തിനായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ലക്ഷക്കണക്കിന് രൂപയുടെ പദ്ധതികൾ പ്രഖ്യാപിച്ചെങ്കിലും അവയെല്ലാം കീശുനിറക്കൽ പദ്ധതികളായെന്നും ആക്ഷേപമുണ്ട്. വരട്ടാറിൻ്റെ പുനരുജ്ജീവനം സാധ്യമാക്കണമെന്നാവശ്യപ്പെട്ട് പമ്പ സംരക്ഷണ സമിതി നൽകിയ നിവേദനം ഇപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പരിഗണനയിലാണ്. കാലാവസ്ഥാ വ്യതിയാനത്തെയും ജലക്ഷാമത്തെയും കുറിച്ച് ആവലാതിപ്പെടുന്ന കേരള സമൂഹം കണ്ണു തുറന്ന് കാണേണ്ട കാഴ്ചയാണ് വരട്ടാറിൻ്റേത്. അശാസ്ത്രീയ നിർമ്മാണ പ്രവർത്തനങ്ങളും കയ്യേറ്റവുമാണ് വരട്ടാറിൻ്റെ നാശത്തിന് വഴിതെളിച്ചത്. നിയമസഭാ പരിസ്ഥിതി കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കുന്നതിലൂടെ വരട്ടാറിനെ പുനരുജ്ജീവിപ്പിക്കുവാൻ കഴിയുമെന്നാണ് പരിസ്ഥിതി പ്രവർത്തകർ പറയുന്നത്. അഭിലാഷ് ചെറുക്കടവിനോടൊപ്പം തിരുവല്ലയിൽ നിന്നും ജോസി ബാബു, മാതൃഭൂമി ന്യൂസ്.